അഭിഷേക മന്ന എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൂക്കോസ് വിശേഷം 19-ാം അധ്യായത്തിലെ 1 മുതലുള്ള വചനഭാഗത്ത് ചുങ്കക്കാരനായ ഒരു സക്കായിയെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. ചുങ്കക്കാര് പലപ്പോഴും ജനത്തിനെല്ലാം വെറുപ്പാണ്. അതിൻ്റെ കാരണം അവർ പറയുന്നതിൽ കൂടുതൽ ചുങ്കം പിരിക്കും. എന്നാൽ ഇവിടെ സഖായി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വിശുദ്ധമായതെന്നാണ്. അവൻ ചുങ്കക്കാരിൽ പ്രമാണിയും ധനികനുമായിരുന്നു. ഈ സഖായി വിശുദ്ധൻ എന്ന പേരുണ്ടെങ്കിലും അശുദ്ധമായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകാൻ ഇടവന്നത്. 2 തെളിവുകൾ അവിടെ പറയുന്നത് നമുക്കറിയാം. കർത്താവ് അവൻ്റെ അടുക്കൽ വന്നപ്പോൾ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, 1, നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിരിക്കരുത്. കൽപ്പിച്ചതിലധികം ഒന്നും പിരിക്കരുത്. ചതിവായി വാങ്ങിക്കുകയും കൽപ്പിച്ചതിൽ അധികമായി പിരിക്കുകയും ചെയ്യുന്ന ചുങ്കക്കാരനായ ഒരു സഖായിയെ, ആർക്കും വേണ്ടാതെ തള്ളപ്പെട്ടിരിക്കുന്നവരെ യേശു കർത്താവ് അവൻ്റെ അടുക്കൽ ചെന്ന്, അവന് കാണാനുള്ള ഒരു ആഗ്രഹമാണ് ഉണ്ടായത്. അത് പറഞ്ഞു കേട്ടുള്ള അറിവായിരുന്നു. ഇതുപോലെ പലരും യേശുവിനെ കുറിച്ച് പറഞ്ഞു കേട്ട് അറിഞ്ഞാണ് യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. ഒന്ന് വന്നു നോക്കിയേക്കാം എന്ന് കരുതി വരുമ്പോഴാണ്, അവൻ വരുമ്പോഴേ യേശു പറയുകയാണ്, നീ താഴോട്ട് ഇറങ്ങി വാ, എൻ്റെ അടുക്കിലേക്ക് വാ. യേശുവിൻ്റെ ഒരു പ്രത്യേകത, നീ മോളിൽ കയറി എന്നെ കാണത്തില്ല. യേശുവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ഇറങ്ങി വന്ന താന്നു വന്നാൽ, അവൻ്റെ അടുക്കൽ വന്നാൽ യേശു പറയും, ഇന്ന് ഞാൻ നിന്നോട് കൂടെ പാർക്കുവാനാണ് വരാൻ പോകുന്നത്. യേശുവിൻ്റെ അടുക്കൽ ആരെ ഇറങ്ങി ചെല്ലുന്നുവോ, ജാതിയെന്നോ മതമെന്നോ ഒരു വ്യത്യാസമില്ല, ആര് കടന്നു വന്നോ, ആ ചുങ്കക്കാരനായ മനുഷ്യൻ, സമൂഹത്തിൽ തള്ളപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ, ഈ മനുഷ്യനെ സ്വീകരിക്കുന്ന ഒരു യേശു ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, സഖായിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. നമുക്കൊക്കെ ലക്ഷ്യമുണ്ട്, ലക്ഷ്യമുണ്ടായിരിക്കണം. ജീവിതത്തിൽ ലക്ഷ്യമുള്ളവരെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നേടുകയുള്ളൂ, അല്ലെങ്കിൽ നേടിയിട്ടുള്ളൂ. ജീവിതത്തിൽ ലക്ഷ്യമില്ലാത്തവർ നേടുകയില്ല. എന്നാൽ ദൈവഹിതമല്ലാതെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ ഒരിക്കലും ലക്ഷ്യത്തിലേക്ക് കടന്നു പോകാൻ ഇടവരികയില്ല. നമ്മൾ പരിശോധിച്ചാൽ രക്തസ്രാവക്കാരി സ്ത്രീക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അവൾ ആ ലക്ഷ്യത്തോടു കൂടെയാണ് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിത്തൊട്ടത്. അവളുടെ ലക്ഷ്യമെന്നത് അവളുടെ രക്തസ്രാവം എന്ന രോഗം അവളിൽ നിന്ന് മാറിപ്പോകണം. ഏറിയ വൈദ്യന്റെ ചികിത്സ കഴിഞ്ഞ സ്ത്രീയായിരുന്നു അവൾ. യേശുവിനെ തൊട്ടു. നമുക്കിതുപോലെ ലക്ഷ്യമുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം നടത്തിത്തരാൻ കഴിയുന്ന യേശുവിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ, ലക്ഷ്യത്തോടെ പോയി അവൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കിയാൽ, പ്രാർത്ഥിച്ചാൽ, നടത്തിത്തരുന്നവൻ്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയും. വീണ്ടും നമുക്ക് കനാന്യ സ്ത്രീക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. മത്തായി സുവിശേഷം 15:17-27 യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞ കർത്താവ്. ആ സ്ത്രീയുടെ വിശ്വാസത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറയത്തക്ക വിധം ലക്ഷ്യത്തോടുകൂടെ കടന്നു ചെന്നെങ്കിൽ മഹത്വവും പ്രവൃത്തിയും നമുക്ക് മുന്നിൽ വെളിപ്പെടുന്നത് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ,
യേശു അവനെ കണ്ടു. അവന്റെ തീരുമാനത്തെ യേശു അംഗീകരിച്ചു. അവന്റെ പേർ ചൊല്ലി വിളിക്കുന്നു. സഖായിയെ കുറിച്ച് പറയുന്നത് കണ്ടോ? അവന്റെ തീരുമാനത്തെ യേശു അംഗീകരിച്ചു. അവന്റെ പേർ ചൊല്ലി വിളിക്കുന്നു. ലക്ഷ്യമുള്ളവർക്ക് വേണ്ടിയാ. കാണാനുള്ള ആഗ്രഹമുള്ളവരെ അവന്റെ മുമ്പിൽ കടന്നു വരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, ഇതുപോലെ ജീവിതത്തിൽ ലക്ഷ്യത്തോടു കൂടെ അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അവൻ നിങ്ങളെ സ്വീകരിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാനും നിങ്ങൾക്ക് കർത്താവിനോട് കൂടെ കടന്നു പോകാനും കഴിയും. ലക്ഷ്യമുള്ളവരെല്ലാം അനുഗ്രഹം പ്രാപിച്ചു കടന്നുപോയെങ്കിൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നിന്നെ കണ്ട് നിന്റെ കൂടെ ജീവിക്കാൻ എന്നെയും പ്രാപ്തനാക്കണമേ, ബലപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ. ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു ആത്മീയ യാത്ര എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ അങ്ങിടയാക്കണം. സഖായിയെ പോലെ കാണാനും രക്തസ്രാവക്കാരിയെ പോലെ തൊടുവാനും കനാന്യ സ്ത്രീയെ പോലെ യേശുവിന്റെ മുമ്പിൽ അവകാശം പറയുവാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് 3 പേർക്കും നടത്തിക്കൊടുത്തൊരു കർത്താവ് നമ്മുടെ മുമ്പിൽ നമുക്കും നടത്തി തരാതിരിക്കുകയില്ല. നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ ഒരുക്കി പറയാം, കർത്താവേ, നിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, ഞങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ.